കേരളത്തിൽ പ്രകൃതി കാഴ്ചകളാൽ സമ്പന്നമാണ് ഇടുക്കി. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരിടമാണ് വാഗമൺ. വാഗമൺ മലയാളികൾക്ക്, പ്രത്യേകിച്ച് സഞ്ചാരികൾക്ക് പ്രിയമായി തുടങ്ങിയത് എന്നു മുതലാണ്. പർവ്വത സമാനമായ മലകൾ, വർണ്ണാഭമായ പച്ചപ്പ്, ഓളം പകർന്ന് വന്ന് ചിതറിക്കിടക്കുന്ന പൈമ്പനങ്ങൾ, അന്തരീക്ഷത്തിൽ ഒരു ചിത്രകാരൻ വരച്ച ക്യാൻവാസ് പോലെ പച്ചയും നീലയും നിറത്തിൽ പ്രകൃതിയുടെ സുന്ദര രൂപം. അതാണ് ഒറ്റ നോട്ടത്തിൽ വാഗമൺ. പലയിടങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വാഗമണ്ണിലെത്തുന്ന ഓരോ യാത്രയ്ക്കും മനസ്സിൽ പുതുമയുണ്ടാകും. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയും ഇടുക്കിയുടെ അമൂല്യമായ ഭൂപ്രദേശങ്ങളും കൊണ്ടുള്ള ഒരു മലനഗരം. മലയാള സിനിമകളുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ. ഇയോബിൻ്റെ പുസ്തകം, പ്രേമം, അവരുടെ രാവുകൾ, ജോസഫ്, കലി, ഫൈനൽസ്, ആന്റണി തുടങ്ങി 17 മലയാള സിനിമകൾ വാഗമണ്ണിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കൂടാതെ നാഷണൽ ജോഗ്രഫി ചാനലിൻ്റെ ട്രാവൽ ലിസ്റ്റിലും വാഗമൺ ഇടം പിടിച്ചിട്ടുണ്ട്. ഓരോ യാത്രക്കാരനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിട്ടപ്പെടുത്തേണ്ടിയ സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരം, അതായത് ഏകദേശം 3609 അടി. വാഗമണ്ണിലെ ഓരോ പ്രദേശങ്ങളും വ്യത്യസ്ത കാഴ്ചയാണ് ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുക. അതിൽ ഏറ്റവും മികച്ചത് പൈൻ മരങ്ങളുടെ സാന്നിധ്യമാണ്. മൊട്ടക്കുന്നുകളും കിലോമീറ്ററോളം താഴ്ചയുള്ള ഭൂപ്രദേശങ്ങളും കാഴ്ചയുടെ സൽക്കാരം തന്നെ നമുക്ക് നൽകുന്നു. വാഗമൺ ടൂറിസം മാപ്പിൽ സ്ഥാനം പിടിച്ച് സഞ്ചാരികളെ ആകർഷിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലം ആയിട്ടില്ല. പ്രധാനമായും വാഗമണ്ണിലേക്കുള്ള ആദ്യ റോഡ് 1939 ഈരാറ്റുപേട്ടയിലേക്കാണ് ആദ്യം വെട്ടി ഉണ്ടാക്കിയത് എന്നറിയാമോ? എന്നാൽ കൂടുതൽ സഞ്ചാരികളെത്തി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രശസ്തി നേടാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. വാഗമണ്ണിൽ വിനോദസഞ്ചാര സൗകര്യങ്ങൾ, ടൂറിസം പദ്ധതികൾ വ്യാപകമായി നടപ്പാക്കാൻ തുടങ്ങിയതും കഴിഞ്ഞ 20-25 വർഷത്തിനുള്ളിലാണ്. അതായത് ഏകദേശം 2000 ആണ്ടിൽ. പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലും ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങളും 2000-ൽ തുടങ്ങിയതോടെ വാഗമൺ അന്തർദേശീയ ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചു. ചുരുക്കത്തിൽ കൂടുതൽ വലിയ തോതിൽ സഞ്ചാരികൾ വാഗമണ്ണിൽ എത്താൻ തുടങ്ങിയത് 25 വർഷങ്ങൾക്ക് മുമ്പാണ്.